connectivity devices. Connectivity devices. Connectivity devices are used to interconnect different networks or to connect different parts of a network. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണക്ടിവിറ്റി ഡിവൈസസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്റർനെറ്റിലോട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പല നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാനോ നമുക്ക് കണക്ടിവിറ്റി ഡിവൈസസ് ആവശ്യമാണ്. അപ്പോൾ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാനും അതേപോലെ ഒരു നെറ്റ്വർക്കിന്റെ ഡിഫറെന്റ് പാർട്സ് തമ്മിൽ കണക്ട് ചെയ്യാനും നമുക്ക് കണക്ടിവിറ്റി ഡിവൈസസ് യൂസ് ചെയ്യാം. The various connectivity devices are network interface card, hub, switch, router, bridge, repeater, gateway, modem, firewall. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കണക്ടിവിറ്റി ഡിവൈസസ്. ഹബ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, NIC എന്ന് പറയും. ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ്, റിപ്പീറ്റർ, ഗേറ്റ്വേ, മോഡം, ഫയർവാൾ. അടുത്തത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് NIC. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് NIC. NIC is a hardware component used to connect a computer with another computer onto a network. ഒരു കമ്പ്യൂട്ടറിന് ഒരു നെറ്റ്വർക്കിൽ കൂടെ ഒരു കമ്പ്യൂട്ടർ കൂടെ കണക്ട് ചെയ്യാൻ, ഒരു നെറ്റ്വർക്കിനെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് വേണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടായിരിക്കും. It can support a transfer rate of 10, 100 to 1000 megabits per second. പല ടൈപ്പ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് 10 മെഗാബിറ്റ് പെർ സെക്കൻഡ്, 100 മെഗാബിറ്റ് പെർ സെക്കൻഡ് മുതൽ 1000 മെഗാബിറ്റ് പെർ സെക്കൻഡ് വരെ സ്പീഡുള്ള നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ഈ സ്പീഡിനെക്കാളും കൂടിയ സ്പീഡുള്ള കാർഡും ഇപ്പോൾ ശരിക്കും അവൈലബിൾ ആണ്. The MAC address or physical address is encoded on the network card chip, which is assigned by the Institute of Electronic and Electrical Engineers to identify a network card uniquely. ഓരോ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനും ഒരു ഫിസിക്കൽ അഡ്രസ് ഉണ്ട്. ആ ഫിസിക്കൽ അഡ്രസ് ആ NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ ചിപ്പിൽ എൻകോഡ് ചെയ്തിരിക്കും. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് ആണ് ഈ MAC അഡ്രസ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ MAC അഡ്രസ് വെച്ച് നമുക്ക് ഓരോ കാർഡും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒന്നിൽ കൂടുതൽ NIC കാർഡിന് ഒരു സെയിം അഡ്രസ് വരത്തില്ല. ഓരോ കാർഡിനും ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. The MAC address is stored in the PROM. ഈ MAC അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി പ്രോമിലാണ് ഈ MAC അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. There are two types of NIC. NIC രണ്ട് ടൈപ്പ് ഉണ്ട്. വയേർഡ് NIC, വയർലെസ് NIC. വയേർഡ് NIC എന്നും വയർലെസ് NIC എന്നും പറഞ്ഞ് രണ്ട് ടൈപ്പ് NIC ഉണ്ട്. വയേർഡ് NIC. The wired NIC is present inside the motherboard. വയേർഡ് NIC ആണെങ്കിൽ അത് മദർ ബോർഡിനകത്ത് ഉണ്ടായിരിക്കും. കേബിൾസ് ആൻഡ് കണക്ടേഴ്സ് ആർ യൂസ്ഡ് വിത്ത് വയേർഡ് NIC to transfer data. നമ്മൾ കേബിൾസും കണക്ടേഴ്സ് യൂസ് ചെയ്താണ് വയേർഡ് NIC കൂടെ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പോൾ മദർ ബോർഡിൽ തന്നെ
ഈ NIC ഉണ്ടായിരിക്കും. കേബിൾസും കണക്ടേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ നടത്താനായിട്ട് പറ്റും. വയർലെസ് NIC. The wireless NIC contains the antenna to obtain the connection over the wireless network. Wireless NIC ആണെങ്കിൽ അതിന്റെ പേരിനെ അറിയാം, വയർലെസ് എന്ന് വെച്ചാൽ അതിനകത്ത് വയറില്ല. അപ്പോൾ അതിനകത്തൊരു ആന്റിന കാണും. ആ ആന്റിന യൂസ് ചെയ്താണ് നമ്മളിവിടെ കണക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. To obtain the connection over the wireless network. For example, laptop computer contains the wireless NIC. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിനകത്ത് വയർലെസ് NIC ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലാപ്ടോപ്പ് ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ്. ആ പോർട്ടബിൾ ഡിവൈസ് ആകുമ്പോൾ എവിടെയൊക്കെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ആ ലാപ്ടോപ്പ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ വയർലെസ് NIC ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ് ഹബ്. ഇതാണ് ഒരു ഹബ്. പല കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കോമൺ ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹബ് യൂസ് ചെയ്യാം. A hub is a hardware device that divides network connection among multiple devices. ഒരു നെറ്റ്വർക്ക് കണക്ഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പടത്തില് ABCDEFGH എന്ന് പറഞ്ഞ 8 കമ്പ്യൂട്ടേഴ്സ് ആണ്. ആ 8 കമ്പ്യൂട്ടേഴ്സും കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഇൻ എഫക്റ്റ് ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ 8 കമ്പ്യൂട്ടേഴ്സും കൂടെ ചേർന്ന് ആ നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ഹബ് യൂസ് ചെയ്യാം. When computer requests for some information from a network, it first sends the request to the hub through cable. പലപ്പോഴും കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ കമ്പ്യൂട്ടറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കമ്പ്യൂട്ടർ റിക്വസ്റ്റ് അയക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ ഹബ് ഉള്ള കണക്ടിവിറ്റി ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പ്യൂട്ടർ എപ്പോഴും ഹബിലോട്ടായിരിക്കും ആദ്യം റിക്വസ്റ്റ് അയക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്കിന് ഏതെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് അയക്കണം. അങ്ങനെ കമ്പ്യൂട്ടർ റിക്വസ്റ്റ് അയക്കുമ്പോൾ കമ്പ്യൂട്ടർ എപ്പോഴും ഹബിലോട്ടായിരിക്കും റിക്വസ്റ്റ് അയക്കുന്നത്. ഹബ് വിൽ ബ്രോഡ്കാസ്റ്റ് ദിസ് റിക്വസ്റ്റ് ടു ദി എൻറ്റയർ നെറ്റ്വർക്ക്. ഹബ് ഈ റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, കംപ്ലീറ്റ് നെറ്റ്വർക്കിലോട്ടായിട്ട് ഈ റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. All the devices will check whether the request belongs to them or not. അപ്പോൾ ഈ റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം ആ റിക്വസ്റ്റിനോട് കൂടി ഒരു അഡ്രസ്സും കാണും. അത് ഏത് കമ്പ്യൂട്ടറിന്റെ അഡ്രസ് ആണോ ആ കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഈ ഹബിലോട്ട് നമ്മൾ പല കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹബ്ബ് ഈ റിക്വസ്റ്റ് അഡ്രസ് ഉൾപ്പെടെയുള്ള റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹബ്ബുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസും ഈ റിക്വസ്റ്റ് തങ്ങൾക്കുള്ളതാണോ ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ അഡ്രസ് നോക്കി ചെക്ക് ചെയ്യും. If the request belongs to them, then it will be accepted. ഒരു കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ അഡ്രസ് ആണ് ഉള്ളതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. If not, the request will be dropped. അതേസമയം അതിന്റെ അഡ്രസ് അല്ല എന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് അവിടെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു പറയും. The process used by the hub consumes more bandwidth and limits the amount of communication. ഇവിടെ ഓരോ കമ്പ്യൂട്ടറും ഓരോ റിക്വസ്റ്റ് അയക്കുമ്പോൾ ആ അഡ്രസ് എല്ലാ കമ്പ്യൂട്ടറിലോട്ട് അയക്കും. ഓരോ കമ്പ്യൂട്ടറും അതിന്റെ അഡ്രസ് ആണോ ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഇവിടെ ചാനലിന്റെ ബാൻഡ് വിഡ്ത്ത് ഒരുപാട് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹബ് യൂസ് ചെയ്യുമ്പം അവിടെ പ്രാക്ടിക്കലി കമ്മ്യൂണിക്കേഷന് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് എന്നതിലൊരു പരിധി അല്ലെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് വരുന്നുണ്ട്. All lines coming into a hub must operate at the same speed. ഇവിടെ ഹബിലോട്ട് കണ്ടിരിക്കുന്ന എല്ലാ ലൈൻസും ഒരേ സ്പീഡ് വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ ഒരു സ്പീഡ് മിസ്മാച്ച് ഒന്നും വരാൻ പാടില്ല. Hub do not usually amplify the incoming signals and hubs do not examine the address or use them in any way. ഈ സിഗ്നൽസ് ചിലപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന സിഗ്നൽസ് ആണെങ്കിൽ സിഗ്നൽസ് അവിടെ വീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വീക്കായി പോയാൽ അത് ആംപ്ലിഫൈ ചെയ്യുന്ന പ്രക്രിയ ഒന്നും ഹബ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ അഡ്രസ് ഒന്നും എക്സാമിൻ ചെയ്യത്തില്ല. അത് ജസ്റ്റ് പാസ് ചെയ്തങ്ങ് വിടത്തേ ഉള്ളൂ. Nowadays the use of hub is obsolete and it is replaced by more advanced computer network components such as switches, routers. ഇപ്പോൾ ഹബ് അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഹബ് റീപ്ലേസ് ചെയ്ത് സ്വിച്ചസും റൂട്ടേഴ്സ് എന്നും പറഞ്ഞ മോർ അഡ്വാൻസ്ഡ് കണക്ടിവിറ്റി ഡിവൈസസ് ആണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്വിച്ച്.
ഇവിടെയും കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ സ്വിച്ച് യൂസ് ചെയ്യാം. A switch is a hardware device that connects multiple devices on a computer network. Multiple devices. ഇവിടെ multiple device ഉള്ളത് multiple computers ആവാം. അപ്പോൾ multiple ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ സ്വിച്ച് യൂസ് ചെയ്യാം. A switch contains more advanced features than hub. ഹബിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഹബിനെക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സ്വിച്ചിന് ഉണ്ട്. The switch contains the updated table that decides where the transmitted data or not. എല്ലാ സ്വിച്ചിനും ഒരു അപ്ഡേറ്റ് ടേബിൾ ഉണ്ട്. ആ ടേബിൾ അനുസരിച്ചാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റി ഇത് ഡിസിഷൻ എടുക്കുന്നത്. Switch delivers the message to the current destination based on the physical address present in the incoming message. ഇൻകമിംഗ് മെസ്സേജിലെ അഡ്രസ് നോക്കിയിട്ട് അത് ഏത് കമ്പ്യൂട്ടറിന്റെ അഡ്രസ് ആണോ ആ കമ്പ്യൂട്ടറിലോട്ട് തന്നെ മെസ്സേജ് ഡെലിവർ ചെയ്യും. ആ കമ്പ്യൂട്ടറിലോട്ട് തന്നെ മെസ്സേജ് ഡെലിവർ ചെയ്യും. A switch does not broadcast the message to the entire network like the hub. നമ്മൾ നേരത്തെ പറഞ്ഞു ഹബ് ആണെങ്കിൽ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാ കമ്പ്യൂട്ടറിലോട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അവിടെ ഓരോ കമ്പ്യൂട്ടറും ഡ്യൂട്ടിയാണ് അതിന്റെ അഡ്രസ് ആണോ നോക്കി റിസീവ് ചെയ്യാന്നുള്ളത്. ഇവിടെ സ്വിച്ചിന്റെ കേസ് അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്വിച്ചിലെ എല്ലാ കമ്പ്യൂട്ടറിലോട്ടും ഒരു പർട്ടിക്കുലർ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. It determines the device to whom the message is to be transmitted. ഈ അഡ്രസ് ബേസ് ചെയ്ത് ഏത് ഡിവൈസിലോട്ട് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലോട്ടാണ് ഈ മെസ്സേജ് അയക്കേണ്ടത് എന്ന് അത് നിശ്ചയിക്കും. Therefore, we can say that switch provides a direct connection between the source and destination. അതുകൊണ്ട് സോഴ്സ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറും ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിലോട്ടും ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉള്ള എഫക്റ്റ് നമുക്ക് കിട്ടും സ്വിച്ച് യൂസ് ചെയ്യും. It increases the speed of the network. അപ്പോൾ ഈ സ്വിച്ചിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഹബ്ബുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്വിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് കുറച്ചും കൂടെ കൂടുതലാണ്. കാരണം കോമൺ ആയിട്ട് ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എല്ലാ കമ്പ്യൂട്ടറും നോക്കിയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓരോ മെസ്സേജും അഡ്രസ് നോക്കി ഏത് കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ള മെസ്സേജ് ആണ് ആ കമ്പ്യൂട്ടറിലോട്ട് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കും. നെക്സ്റ്റ് റൂട്ടർ. A router is a hardware device which is used to connect a LAN with an internet connection. ഒരു LAN ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഒരു ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് റൂട്ടർ യൂസ് ചെയ്യാം. A router forwards the packet based on the information available in the routing table. ഓരോ റൂട്ടറിന് ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. കമ്പ്യൂട്ടറിൽ വരുന്ന ഓരോ ബ്ലോക്ക് ഓഫ് ഡേറ്റ നമുക്ക് പാക്കറ്റ് എന്ന് പറയാം. കാരണം ഇന്റർനെറ്റിൽ നമ്മൾ പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ടറിന് കിട്ടുന്ന ഓരോ പാക്കറ്റും അത് റൂട്ടിംഗ് ടേബിൾ അനുസരിച്ച് എല്ലാ റൂട്ടറിനും ഓരോ റൂട്ടിംഗ് ടേബിൾ കാണും. ആ റൂട്ടിംഗ് ടേബിളിൽ ആ റൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പ്യൂട്ടറിന്റെയും അഡ്രസ്സ് കാണും. അത് നോക്കിയിട്ടാണ് അത് ഫോർവേഡ് ചെയ്യുന്നത്. It determines the best path from the available paths for the transmission of the packet. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് കമ്പ്യൂട്ടറിന് അയക്കാനുള്ള പാക്കറ്റാണ്. ഈ ട്രാൻസ്മിറ്റ് ചെയ്ത കമ്പ്യൂട്ടറും ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാത്ത് കാണും. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പാത്ത് കാണും. അങ്ങനെ ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ടെങ്കിൽ അതിൽ ഏത് പാത്താണ് ബെസ്റ്റ് പാത്ത്, ഡിസ്റ്റൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും സ്പീഡിന്റെ പോയിന്റ് ഓഫ് വ്യൂലും ഒക്കെ ഏത് പാത്താണ് ബെസ്റ്റ് പാത്ത് എന്ന് കണ്ടുപിടിച്ച് ആ പാത്ത് വഴി ആ പാക്കറ്റ് അയക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പാത്ത് നോക്കിയാണ് ഇവിടെ ഇത് പാക്കറ്റ് അയക്കുന്നത്. Advantages of router. Security. The information which is transmitted to the network will traverse the entire cable, but the only specified device which has been addressed can read the data. ഇത് നെറ്റ്വർക്ക് വഴി ഫുള്ളായിട്ട് കേബിൾ വഴി ഫുള്ളായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ പാക്കറ്റിന് ഓരോ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് ഏത് കമ്പ്യൂട്ടറിന്റെ അഡ്രസ് ആണ് ആ കമ്പ്യൂട്ടറിന് മാത്രമേ ആ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കോമൺ ആയിട്ട് ഒരു കേബിൾ വഴി പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിന് ഇല്ലീഗലായിട്ട് ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അത് സെക്യൂരിറ്റി. അടുത്ത റിലയബിലിറ്റി. If the server has stopped functioning, the network goes down, but no other networks are affected that are served by the router. ഏതെങ്കിലും ഒരു സെർവർ വർക്ക് ചെയ്യാതായാൽ ആ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാതാവും. പക്ഷെ ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കി ഒരു നെറ്റ്വർക്കിനെയും റൂട്ടർ വെച്ചാണ് നമ്മൾ നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ബാധിക്കത്തില്ല. അപ്പോൾ ഒരു ലാനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നം ആ ലാനിൽ തന്നെ നിൽക്കും. ആ ലാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് വേറൊരു ലാനിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല.
എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് പറയാം. പെർഫോമൻസ്. റൂട്ടർ എൻഹാൻസസ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി നെറ്റ്വർക്ക്. ഓവറോൾ പെർഫോമൻസ് വളരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് there are 24 workstations in a network generates the same amount of traffic. 24 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 24 വർക്ക്സ്റ്റേഷൻ നെറ്റ്വർക്ക് ഉള്ള സങ്കല്പിക്കുക. അപ്പോൾ ഒരുപാട് ട്രാഫിക് വരും. This increases the traffic load on the network. Router splits the single network into two networks of 12 workstations each. Reduce the traffic load by half. അപ്പോൾ ടോട്ടൽ 24 നെറ്റ്വർക്കിലെ ആ ഡേറ്റയും ഒരു കോമൺ നെറ്റ്വർക്ക് വെക്കാതെ ആ നെറ്റ്വർക്കിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 24 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 12 വീതമുള്ള രണ്ട് നെറ്റ്വർക്ക് ആക്കി മാറ്റി അങ്ങനെ ലോഡ് നമുക്ക് പകുതിയാക്കാം. അപ്പൊ അങ്ങനെ ലോഡ് പകുതിയാക്കുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഇൻക്രീസ്. നെക്സ്റ്റ് ബ്രിഡ്ജ്. A bridge in the data link layer connects two or more LANs. LANs ലോക്കൽ ഏരിയ നെറ്റ്വർക്സിന് തമ്മിൽ കണക്ട് ചെയ്യാൻ. ഇവിടെ ABC എന്ന് പറഞ്ഞത് ഒരു ലാന്, DEF എന്ന് പറഞ്ഞ വേറൊരു ലാന്, അങ്ങനെ ലാൻസിന് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രിഡ്ജസ് യൂസ് ചെയ്യാം. ഇത് ISO OSI മോഡലിലെ ഡേറ്റ ലിങ്ക് ലെയറിലാണ് വരുന്നത്. When a frame arrives, the software in the bridge extracts the destination address from the frame header and looks it up in table to see where to send the frame. ഓരോ പാക്കറ്റിനെ നമുക്ക് ഫ്രെയിം എന്ന് പറയാം. ഫ്രെയിമിനകത്ത് ഡേറ്റയും കാണും, അഡ്രസ്സും കാണും. അങ്ങനെ ഒരു ഫ്രെയിം എത്തുമ്പോൾ ഈ ബ്രിഡ്ജ് അതിൽ നിന്ന് അഡ്രസ് എടുക്കും, എക്സ്ട്രാക്ട് ചെയ്യും. അഡ്രസ് എടുത്തിട്ട് ഇതിനും ഒരു ബ്രിഡ്ജിങ് ടേബിൾ ഉണ്ട്. ആ ബ്രിഡ്ജിങ് ടേബിളിൽ നോക്കിയിട്ട് ഈ ഫ്രെയിം അല്ലെങ്കിൽ ഈ പാക്കറ്റ് എങ്ങോട്ടാണ് അയക്കേണ്ടതെന്നുള്ള ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഒരു ബ്രിഡ്ജിങ് ടേബിൾ ഉണ്ട്. ബ്രിഡ്ജിങ് ടേബിളിൽ ആ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന ഏതൊക്കെ ലാൻ ഉണ്ട്, ആ ഓരോ ലാനിലും ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ കാണും. അപ്പോൾ ഒരു ഫ്രെയിം വരുമ്പോൾ അതിൽ നിന്ന് അഡ്രസ് നോക്കിയിട്ട് അഡ്രസ് ഏത് കമ്പ്യൂട്ടറിന്റെ അഡ്രസ് ആണ് ഉള്ളത് അത് നോക്കി എങ്ങനെയാണ് അത് റൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ ഈ ബ്രിഡ്ജ് എടുക്കും. The frame will be routed as per the information in the routing table. റൂട്ടിംഗ് ടേബിളിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഫ്രെയിമിനെ ബ്രിഡ്ജ് റൂട്ട് ചെയ്യും. Next, repeater. These are analog devices that are connected to two cable segments. Cable segments തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യാം. ഈ റിപ്പീറ്റേഴ്സ് എന്നുള്ളത് അനലോഗ് ഡിവൈസസ് ആണ്. A signal appearing on one of them is amplified and put on the other. ഒരു സെഗ്മെന്റിൽ നിന്ന് ഒരു സിഗ്നൽ വേറെ സെഗ്മെന്റിലോട്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടും. ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ ആംപ്ലിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗേറ്റ്വേ. ട്രാൻസ്പോർട്ട് ഗേറ്റ്വേ ഉണ്ട്, ആപ്ലിക്കേഷൻ ഗേറ്റ്വേ ഉണ്ട്. Gateways connect two computers that use different transport protocols. Protocols means rules and regulations. So computer communication le proper ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഗേറ്റ്വേയുടെ ആവശ്യമുണ്ട്. അപ്പം ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്ന രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗേറ്റ്വേസ് യൂസ് ചെയ്യാം. The transport gateway can copy the packets from one connection to another, reformatting them as need be. ഇപ്പോൾ ഗേറ്റ്വേസ് രണ്ട് വ്യത്യസ്തമായ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഗേറ്റ്വേക്ക് പാക്കറ്റ് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്തതിനു ശേഷം അത് റീഫോർമാറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ഉള്ള വേറൊരു കമ്പ്യൂട്ടറിലോട്ട് പോകുമ്പം പാക്കറ്റിന്റെ സ്ട്രക്ചറിൽ ഒക്കെ വ്യത്യാസം വരും. അതനുസരിച്ച് നമുക്ക് പാക്കറ്റ് റീഫോർമാറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് റീഫോർമാറ്റ് ഈ ട്രാൻസ്പോർട്ട് ഗേറ്റ്വേ ചെയ്യും. ആപ്ലിക്കേഷൻ ഗേറ്റ്വേസ് അണ്ടർസ്റ്റാൻഡ് ഫ്രം വൺ ഫോർമാറ്റ് ടു അനദർ. അപ്പൊ ഇങ്ങനെ ഡെസ്റ്റിനേഷനിലുള്ള ഏത് കമ്പ്യൂട്ടറിലാണ് അതിന്റെ ഫോർമാറ്റിലോട്ട് ഈ പാക്കറ്റിന്റെ സ്ട്രക്ചർ മാറ്റും. എന്നിട്ട് അത് ആപ്ലിക്കേഷൻ ഗേറ്റ്വേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാക്കറ്റിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരാം. അപ്പം ഡേറ്റ ഒരു
കമ്പ്യൂട്ടറിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന വേറൊരു കമ്പ്യൂട്ടറോട്ട് പാസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഈ കൺവേർഷൻസ് പാക്കറ്റിന്റെ സ്ട്രക്ചറിലൊക്കെ കൺവേർഷൻസ് ആവശ്യം വരാം. ആ കൺവേർഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഗേറ്റ് വേ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആൻ ഇമെയിൽ ഗേറ്റ് വേ ടു ട്രാൻസ്ലേറ്റ് ഇന്റർനെറ്റ് മെസ്സേജ് ഇൻടു SMS മെസ്സേജസ് ഫോർ മൊബൈൽ ഫോൺ. ഇവിടെ ഇന്റർനെറ്റിൽ നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യുന്നു. ഇമെയിൽ ഗേറ്റ് വേ യൂസ് ചെയ്ത് ഒരു ഇമെയിൽ ഫോർമാറ്റിലുള്ള ഒരു മെസ്സേജിന് SMS മൊബൈലിൽ കാണത്തക്കവണ്ണം ഒരു SMS ഫോർമാറ്റിലുള്ള ഒരു മെസ്സേജ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഇമെയിലിന്റെ സ്ട്രക്ചർ ഒന്നാണ്, SMS-ന്റെ സ്ട്രക്ചർ വേറൊന്നാണ്. അപ്പോൾ മെസ്സേജ് അകത്ത് പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആ ബേസിക് മെസ്സേജ് പലപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ഇമെയിൽ ഗേറ്റ് വേ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു മൊബൈലിലോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു മൊബൈലിലോട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടും ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്. ഇമെയിലിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ, അതേപോലെ SMS-ൽ വേറെ ഡിഫറെന്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഇമെയിൽ ഗേറ്റ് വേ ഈ ഇന്റർനെറ്റ് ബേസ്ഡ് മെസ്സേജിന് മൊബൈലിൽ കാണത്തക്കവണ്ണമുള്ള SMS ഫോർമാറ്റിലുള്ള ഷോർട്ട് മെസ്സേജ് സർവീസ് ഫോർമാറ്റിലുള്ള മെസ്സേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അയക്കേണ്ടി വരും. നെക്സ്റ്റ്, മോഡം. A modem is a hardware device that allows the computer to connect to the internet. ഒരു കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ് മോഡം. ശരിക്കും ഇതൊരു ഷോർട്ട് ഫോം ആണ്, മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. മോഡത്തിന്റെ MOD എന്നുള്ളത് MO എന്നുള്ളത് മോഡുലേറ്ററും DM എന്നുള്ള ഡീമോഡുലേറ്ററും ആണ് മോഡം. Computers need to communicate over long geographical distances, and instead of installing a network of new cabling, computer designers realized that they had already a worldwide wiring system, the public switch telephone network. ലോകത്തിലെ ഏത് കൺട്രി എടുത്താലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരുന്നതിന് മുമ്പ് ടെലിഫോൺ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന് എന്തുകൊണ്ട് ടെലിഫോൺ നെറ്റ്വർക്ക് യൂസ് ചെയ്യൂടാ എന്നുള്ളൊരു ആശയം വന്നു. ഇതാണ് മോഡത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഒരു എക്സിസ്റ്റിംഗ് ടെലിഫോൺ നെറ്റ്വർക്കിൽ കൂടെ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടർ സിഗ്നൽസ് പാസ് ചെയ്യാം, അതിനു വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് ഈ മോഡുലേറ്റർ ഡീമോഡുലേറ്റർ അല്ലെങ്കിൽ മോഡം. But computers cannot work directly on these telephone lines. കാരണം ടെലിഫോൺ ലൈൻസ് ബേസിക്കലി അനലോഗ് സിഗ്നൽസ് അയക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മളെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ബേസിക്കലി ഡീറ്റെയിൽ സിഗ്നൽസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു കൺവേർഷന്റെ ആവശ്യം വരും. The digital information from computers must be translated or modulated into audible sounds that are carried across telephone lines to a remote location. കമ്പ്യൂട്ടറിനകത്തുള്ളത് ഡീറ്റെയിൽ ഡേറ്റയാണ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓഡിബിൾ സൗണ്ട്സ് സൗണ്ട് പാറ്റേണിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആ സൗണ്ട് പാറ്റേണിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം അത് ടെലിഫോൺ ലൈൻസിൽ കൂടെ നമുക്ക് റിമോട്ട് ലൊക്കേഷനിലോട്ട് അയക്കണം. അപ്പം ഈ മോഡുലേറ്റർ ഡീമോഡുലേറ്റർ അതിന്റെ ഷോർട്ട് ഫോം ആണ് മോഡം. അതില് മോഡുലേഷൻ എന്നുള്ള പ്രക്രിയ ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ നടക്കുന്നു. The sound signals coming from the telephone lines must be converted back into digital information or demodulated for the computer. Receiving signal computer point of view, telephone lines കൊണ്ട് സൗണ്ട് പാറ്റേണിൽ വരുന്നതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആക്കണം. അപ്പം ഡീറ്റെയിൽ ഇൻഫർമേഷനെ മോഡുലേറ്റ് ചെയ്ത് സൗണ്ട് ഫോമിലോട്ട് ആക്കും. റിസീവിംഗ് എൻഡിൽ ആ സൗണ്ട് ഫോമിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആക്കും. അതിനെ നമ്മൾ ഡീമോഡുലേഷൻ. അപ്പൊ ട്രാൻസ്മിറ്റിംഗ് എൻഡില് മോഡുലേഷനും റിസീവിംഗ് എൻഡില് ഡീമോഡുലേഷനും. ട്രാൻസ്മിറ്റിംഗ് എൻഡില് മോഡുലേഷനും റിസീവിംഗ് എൻഡില് ഡീമോഡുലേഷനും നടക്കും. An electronic device called modulator or demodulator, modem, അതിൽ MO എന്നുള്ളത് മോഡുലേറ്ററും DM എന്നുള്ള ഡീമോഡുലേറ്ററും, performs this continuous process of modulation and demodulation between a computer and telephone line. ഒരു കമ്പ്യൂട്ടറും ടെലിഫോൺ ലൈനും തമ്മിൽ ഈ ഒരു കൺവേർഷൻ നടത്തുന്ന ഈ ഒരു എക്യുപ്മെന്റിനെയാണ് നമ്മൾ മോഡം എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് മോഡം, പല ടൈപ്പ് മോഡംസ് ഉണ്ട്. ഡയൽ-അപ്പ് മോഡം, കേബിൾ മോഡം, ഡിജിറ്റൽ മോഡം. ഈ 3 ടൈപ്പ് മോഡംസ് ആണ് ഉള്ളത്. ഡയൽ-അപ്പ് മോഡം ഉണ്ട്, കേബിൾ മോഡം ഉണ്ട്, ഡിജിറ്റൽ മോഡം ഉണ്ട്. ഡയൽ-അപ്പ് മോഡം. Dial-up modems are used to access the internet via telephone line. ടെലിഫോൺ ലൈനും ഇന്റർനെറ്റുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയൽ-അപ്പ് മോഡം യൂസ് ചെയ്യാം. ഇപ്പോൾ ഡയൽ-അപ്പ് മോഡം ഏതാണ്ട് ഒബ്സൊലേറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ഡയൽ-അപ്പ് മോഡം വളരെ അപൂർവമായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. The client machine uses this modem
which is connected to a telephone line to dial into an internet service provider's ISP's modem to establish a modem to modem link. അപ്പോൾ നമ്മൾ ക്ലയന്റ് കമ്പ്യൂട്ടറിൽ ഒരു മോഡം കാണും. ആ മോഡം നമ്മൾ ഒരു ടെലിഫോൺ ലൈനുമായിട്ട് കണക്ഷൻ കാണും. ആ ടെലിഫോൺ ലൈനിൽ കൂടെ നമുക്ക് ഏത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ആണുള്ളത് ആ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ മോഡവുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലയന്റ് സൈഡ്, നമ്മുടെ സൈഡിലുള്ള മോഡവും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ സൈഡിലുള്ള മോഡവും തമ്മിൽ ഒരു മോഡം ടു മോഡം ലിങ്ക്. ഈ ഒരു മെക്കാനിസം ആണ് നമ്മൾ ഡയലപ്പ് മോഡത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ക്ലയന്റ് മെഷീനിലെ മോഡം ടെലിഫോൺ വയറിൽ കൂടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ മോഡമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ഇവിടുത്തെ മോഡവും അവിടുത്തെ മോഡവും തമ്മിൽ ഒരു മോഡം ടു മോഡം ലിങ്ക്. Then it will be routed to the internet. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ മോഡത്തിൽ നിന്നാണ് ഇന്റർനെറ്റിലോട്ട് കണക്ഷൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മോഡത്തിൽ നിന്ന് ടെലിഫോൺ വയറിൽ നിന്ന് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ മോഡം, ആ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ മോഡത്തിൽ നിന്ന് ഇന്റർനെറ്റ്. ഈ മെക്കാനിസം ആണ് ഡയലപ്പ്. കേബിൾ മോഡം. This type of modem is used to access data over a cable. Existing telephone lines ഇപ്പൊ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ നമ്മൾ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കേബിളിൽ കൂടെ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കേബിൾ മോഡം നമ്മൾ യൂസ് ചെയ്യുന്നത്. They are mainly used to deliver broadband internet access by using unused bandwidth on a cable television network television system. നമ്മളിപ്പോൾ കേബിൾ ടി വി ട്രാൻസ്മിഷന് വേണ്ടി കേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ബാൻഡ് വിഡ്ത്ത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ആ ഫ്രീ ആയിട്ട് കിടക്കുന്ന ബാൻഡ് വിഡ്ത്തിനെയാണ് നമ്മൾ അൺയൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കേബിൾ കണക്ഷൻ, കേബിൾ മോഡൽ യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒക്കെ പോലത്തെ കേബിൾ ടി വി പ്രൊവൈഡേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ സിംഗിൾ കേബിളിൽ കൂടെ തന്നെ ഇന്റർനെറ്റും വരുന്നുണ്ട്, ടി വി ചാനൽസും വരുന്നുണ്ട്. ആ ടി വി ചാനൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഒരുപാട് ബാൻഡ് വിഡ്ത്ത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ആ ഫ്രീ ആയിട്ട് കിടക്കുന്നതിന് നമ്മൾ അൺയൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ അൺയൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് ആണ് ഈ കേബിൾ മോഡം വഴി ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഡിജിറ്റൽ മോഡം. Digital modems do not have to convert between analog and digital signals and hence technically they are not modems. നമ്മൾ ഡിജിറ്റൽ മോഡം എന്ന് പറഞ്ഞാൽ സാങ്കേതികപരമായിട്ട് പറഞ്ഞാൽ അതൊരു മോഡം അല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മോഡം മോഡത്തിന്റെ മോഡുലേഷൻ, ഡിമോഡുലേഷൻ, ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ മോഡുലേഷനും റിസീവിംഗ് എൻഡിൽ ഡിമോഡുലേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഡിജിറ്റൽ മോഡത്തിന് സാങ്കേതികപരമായിട്ട് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മോഡംസ് ശരിക്കും പറഞ്ഞാൽ ഒരു മോഡംസ് അല്ല. They have to simply establish a link for transmission and digital signals are directly transmitted without modulating and demodulation. അവിടെ ജസ്റ്റ് ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രം മതി. എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷനിൽ കൂടെ മോഡുലേഷനോ ഡിമോഡുലേഷനോ ഇല്ലാതെ ഡേറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നേരിട്ട് ഡിജിറ്റൽ ഫോമിൽ തന്നെയാണ് ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു അനലോഗിലോട്ടുള്ള ഒരു കൺവേർഷന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ മോഡുലേഷന്റെ, റിസീവിംഗ് എൻഡിൽ ഡിമോഡുലേഷന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഡിജിറ്റൽ മോഡംസ് ആർ ഫാസ്റ്റർ. ബാക്കി നമ്മൾ ഡയലപ്പ് മോഡോ കേബിൾ മോഡോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ഫാസ്റ്റർ ആയിട്ടുള്ളതാണ് ഡിജിറ്റൽ മോഡം. നെക്സ്റ്റ് ഫയർവാൾ. A firewall is a dedicated network security device which inspects network traffic passing through it and denies or permits passage based on a set of rules. പലപ്പോഴും നമ്മളെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഫയർവാളിന്റെ ആവശ്യമുണ്ട്. കാരണം അതൊരു ബേസിക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ട്രാഫിക് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മളെ പ്രത്യേകിച്ചും ഇന്റർനെറ്റിൽ നിന്ന് നമ്മളെ നെറ്റ്വർക്കിലോട്ട് അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ കടത്തി വിടണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ചില കണ്ടീഷൻസ് ബേസ് ചെയ്ത് നമുക്ക് ഫിൽട്ടർ നടത്താം. അതിനുവേണ്ടി നമുക്ക് ഫയർവാൾ യൂസ് ചെയ്യാം. A firewall basically regulate the flow of traffic between different networks. Different networks തമ്മിൽ ഉള്ള ട്രാഫിക്കിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫയർവാൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫയർവാൾ യൂസ് ചെയ്ത് ട്രാഫിക്സ് നമുക്ക് ബേസിക്കലി റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
The firewall within a computer network mainly prevents unauthorized entry into a private network. പ്രത്യേകിച്ചും ഇന്റർനെറ്റിൽ കൂടെയൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള അക്സഷൻ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി ഒക്കെ പ്രോപ്പർ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫയർവാൾസ് യൂസ് ചെയ്യാം. അപ്പം ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറെ നെറ്റ്വർക്കിലോട്ടുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫയർവാൾസ് യൂസ് ചെയ്യാം. അപ്പോൾ പല ഒഫീഷ്യൽ നെറ്റ്വർക്ക് സെറ്റപ്പിനകത്തും നമ്മൾ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യുമ്പം ഇന്റർനെറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പാക്കറ്റും അതേപോലെ നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് ചില സെൻസിറ്റീവ് പാക്കറ്റ് ഒന്നും ഇന്റർനെറ്റിലോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഉള്ള പാക്കറ്റും ഒക്കെ ആ ഫ്ലോ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയർവാൾസ് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.